ഒന്നാമത്തെ ആക്ഷേപം ഇതാ, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഭക്തരെയൊക്കെ ബൂട്ടിട്ട് ചവിട്ടിയ CPIM നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം, അതിനെ ഇവർ എതിർക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്ത് ചോദ്യം ചോദിച്ചാലും ഏറ്റവും അവസാനം ശബരിമല യുവതീ പ്രവേശന വിഷയവും ആഗോള അയ്യപ്പ സംഗമവും തമ്മിൽ എന്താണ് ബന്ധം? ശ്രീ കെ അനിൽകുമാർ. അല്ല, തത്വമസി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന സംഘപരിവാരത്തിന്റെ ഹിന്ദുത്വം എനിക്ക് മനസ്സിലാവില്ല. ആണും പെണ്ണും തുല്യരാണെന്നാണ് തത്വമസിയുടെ അർത്ഥം. ലോകത്തെ സർവ്വചരാചരങ്ങളും തുല്യമാണ് എന്ന് തത്വമസി പറഞ്ഞാൽ, ഞാൻ തത്വമാകുന്നു, നീ തത്വമാകുന്നു, എല്ലാം ബ്രഹ്മമയമാണ്, അതിൽ രണ്ടില്ല, എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും രണ്ടാണെന്നാണോ? ആ ആണും പെണ്ണും ഒരേ ചരാചരങ്ങളാണ്, ഒരേ ഒരു ദൈവസങ്കല്പത്തിന്റെ ഭാഗമാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന സ്ഥലമാണ് ശബരിമല. അവിടെ ആണും പെണ്ണും രണ്ടാണെന്നാണോ അതിന്റെ സങ്കല്പം? അത് മനസ്സിലാവാത്ത വ്യാജ ഹിന്ദുത്വവാദികൾക്ക് എന്താണ് ഇത്ര സംശയം? നിങ്ങൾക്ക് മനസ്സിലാവൂ? അതുകൊണ്ട് ഞങ്ങൾ പറയണത്, ശബരിമല അയ്യപ്പന്റെ ചൈതന്യം ആ അയ്യപ്പന്റെ പൂങ്കാവൻ എന്ന് പറയുന്ന ആ കാടിനകത്ത് ഇട്ടാവട്ടത്തിലേ ഉള്ളൂ. അങ്ങനെ ഇട്ടാവട്ടത്തിലുള്ള ആ പൂങ്കാവനമാണ് പ്രശ്നം, അവിടെ മാത്രമാണ് അയ്യപ്പനുള്ളത് എന്ന് പറഞ്ഞ നേതാവായ ആളാണ് കുമ്മനം രാജശേഖരൻ. ആ കച്ചവടമായിട്ട് നടന്ന് കേരളത്തിലെ വർഗീയവൽക്കരിക്കാൻ നടന്ന RSS സംഘികൾ, ആദ്യം തന്നെ പറയാം, സുപ്രീം കോടതിയിൽ കേസുമായിട്ട് ആരാ പോയത്? സുപ്രീം കോടതിയിൽ പോയി കേസുമായിട്ട് പോയ ഒരു CPMന്റെ ജനറൽ സെക്രട്ടറിയോട് ഇവിടെ നിൽക്കുന്ന പടം നിങ്ങളുടെ കയ്യിലുണ്ടാ? സുപ്രീം കോടതി കേസുമായിട്ട് പോയ ഒരു BJPയുടെ ഡൽഹിയിലെ പ്രചാരകന്മാരല്ലേ, ഡൽഹിയിലെ മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരല്ലേ, BJPയുടെ വക്താക്കളല്ലേ? ആ കേസിനകത്തെ മുഴുവൻ പേരും RSSുമായി ബന്ധപ്പെട്ടവരല്ലേ? തൃപ്തി ദേശായി ആരാ? തൃപ്തി ദേശായിയുടെ ഫോൺ കോൾ എങ്ങനെയാ സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നത്? അവർ വരുന്നത് എങ്ങനെയാ BJPയുടെ പ്രസിഡന്റ് അറിയുന്നത്? ഇതൊക്കെ കേരളത്തിൽ നടമാടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ബോംബെറിഞ്ഞിട്ട് കെട്ടുകഥ ഉണ്ടാക്കുന്നു. എന്താ അയ്യപ്പനെ ചവിട്ടി? ഓ, അത് വ്യാജമായിരുന്നു, വ്യാജമായിട്ടുണ്ടായെന്ന് അന്ന് കേസെടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യപ്പന്റെ ഒരു വിഗ്രഹം വെച്ച് ഒരാളെ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ ഫോട്ടോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചൊരുത്തൻ, ഒരു സംഘപരിവാരം. കുറെ നാള് കളിച്ചില്ലേ നിങ്ങൾ? സുവർണാവസര എന്ന് പറഞ്ഞാൽ ശ്രീധരൻപിള്ളയുടെ പരിപാടി നിർത്താറായില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനത്തെ വിവാദത്തിലാക്കാൻ ശ്രമിച്ചത് സംഘപരിവാരമാണ്. രണ്ട്, ആ സുപ്രീം കോടതി വിധിയെ പിന്തുണച്ചത് RSS ആണ്. സ്ത്രീകൾക്കിനി മല ചവിട്ടാം എന്ന് പറഞ്ഞത് ജന്മഭൂമി പത്രമാണ്. കത്തിക്കാവോ? സ്ത്രീകൾക്കിനി മല ചവിട്ടാം, ജന്മഭൂമി കത്തിക്കുവോ BJPയുടെ നേതാവ്? എന്നിട്ട് ആളുകൾക്കിടെ വികാരം ഉണ്ടാക്കാമെന്ന് കണ്ടപ്പോൾ കളം മാറ്റിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സർക്കാരിനെതിരെ നുണ പറയാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. CPMന്റെ ഒരാളും ശബരിമല പോയില്ല. CPMന്റെ കുടുംബങ്ങളിൽപ്പെട്ട ഒരൊറ്റയാളെയും ശബരിമലയിലേക്ക് വനിതകളെ ഞങ്ങൾ അയച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ സുപ്രീം കോടതി എന്താ ചെയ്തത്? റിവ്യൂ പെറ്റീഷൻ വാദം കേൾക്കുന്നു. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, ഇതുവരെ വിധി നടപ്പായില്ലേ? കേരളത്തിൽ സർക്കാരില്ലേ? സ്റ്റേ ഉണ്ടോ? സ്റ്റേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഇതെല്ലാം കഴിഞ്ഞ് മകരവിളക്കെല്ലാം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജഡ്ജിമാര് കാലുമാറി കാണും. ഇപ്പൊ അത് വേറൊരു ബെഞ്ചിന്റെ പരിഗണനയിലാണ്, ലാർജർ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ആ കേസ് വരുമ്പോൾ ബാക്കി നോക്കാവുന്നേ. അതുവരെ ലോകത്തെ ശബരിമല ഭക്തന്മാർക്ക് ശബരിമല വരണ്ടേ? ഇപ്പോൾ ഒരു ദിവസം 1 ലക്ഷം പേരാ വരുന്നത്. നമുക്ക് 2 ലക്ഷം പേരെ ആക്കാൻ എന്ത് വേണം? അത്രയുള്ള ചോദ്യം. ലോകത്തിപ്പോ ഒരു 30 ദിവസമോ 40 ദിവസമോ ശബരിമല തുറന്നിരുന്നാൽ 40 ലക്ഷം പേരെ ഉൾക്കൊള്ളും. നമുക്ക് 1 കോടി പേർക്ക് വന്നു പോകാൻ സൗകര്യം ഉണ്ടാക്കണം. അതിനെന്നാ വേണം? അതിന് ശബരിമലയ്ക്ക് വേണ്ടി സഹായം കിട്ടുന്ന എവിടെ നിന്നൊക്കെയുണ്ടോ സഹായം വാങ്ങിക്കും. ആ പൈസ സർക്കാരിന് കൊടുക്കാനാ? ഇവിടെ ഒരു സംഘപരിവാരം പറഞ്ഞല്ലോ സർക്കാരിനാണെന്ന്. കേരളത്തിലെ കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ എത്ര കോടിയാ കേരളത്തിലെ ഖജനാവിൽ നിന്ന് ക്ഷേത്രങ്ങൾ കൊടുത്തത്, ദേവസ്വം ബോർഡിന് കൊടുത്തത്? ഒരു ദേവസ്വം ബോർഡിനും ആ ദേവസ്വം ബോർഡിൽ നിന്ന് പണം കേരള സർക്കാരിന് വാങ്ങുന്നില്ല. അത് UDFന്റെ കാലത്തും വാങ്ങിച്ചിട്ടില്ല, LDFന്റെ കാലത്തും വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ എത്ര നാളായി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു? നിങ്ങൾ ശബരിമല സമരം നടത്തുമ്പോൾ ഞാനൊരു അനുഭവം പറയാം. ഏറ്റുമാനൂർ അമ്പലത്തിന്റെ മുമ്പിൽ ആ കാണിക്കവഞ്ചിയുടെ മേലെ നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചു, ഇനി പണം നിക്ഷേപിക്കരുത്,
അതിന്റെ മുകളിൽ സെലോട്ടേ പൊട്ടിച്ചു, കാണിക്കേടാൻ പറ്റുന്നില്ല. അവിടെ നാമജപ സമരം എന്ന് പറഞ്ഞാൽ RSSകാർ ചെയ്ത് എന്താ? കാണിക്ക സഞ്ചി ഇടരുത്, കാണിക്ക വഞ്ചിയിൽ പൈസ ഇടരുത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പടുതിരി കത്തും, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇനി കരിതിരി കത്തും എന്ന് കരുതിയില്ല സംഘപരിവാരം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും LDF കേരളത്തിലുള്ളതുകൊണ്ട് ഒരൊറ്റ അമ്പലത്തിലും പടുതിരി കത്തിയില്ല കേട്ടോ, കോവിഡ് കാലത്തും. അതുകൊണ്ട് അതിനെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസമുള്ളവരുടെ വിശ്വാസം കൂടെ പരിരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു മതനിരപേക്ഷ സർക്കാർ എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുന്നു. അതിൽ സംഘപരിവാറിന്റെ വിഷമം എന്താണെന്നറിയോ? അപ്പുറം ഒരു വാവരിപ്പുണ്ട്, വാവര് സ്വാമി ഇരിപ്പുണ്ട്. അയ്യപ്പനെ പുകച്ച് പുറത്തിയാടിക്കുമ്പോൾ ആ പുറത്തിയാടി അയ്യപ്പന് രക്ഷയായത് വാവരസ്വാമി എന്നാണ് നമ്മളെല്ലാം കൊച്ചിലെ കേൾക്കുന്നത്, അമ്മൂമ്മമാർ പറഞ്ഞ് നമ്മൾ കേട്ടത്. ഇവര് പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കുകയാണ്. വാപൂരസ്വാമി വന്നിരിക്കുന്നു. എവിടുന്ന് വാപൂരസ്വാമി? അമിത്ഷാ വാപൂരിനെ ചുമന്നുകൊണ്ട് വന്നിരിക്കുകയാണ്. അമിത്ഷായുടെ വാപൂരിന് എവിടുന്ന് വന്നു? അമിത്ഷാ വാപൂരിനെ ചുമന്നുകൊണ്ടിരുന്ന ശബരിമലയെ തകർക്കാനാണ്. അതുകൊണ്ട് ശബരിമല നല്ലൊരു വിമാനത്താവളം വേണം, നല്ലൊരു തീവണ്ടിപ്പാത വേണം. ആ തീവണ്ടിപ്പാതയ്ക്ക് മോദി കാശ് തരുമോ? ആദ്യം ആ വർത്താനം പറ. ഇന്ത്യയെ തീവണ്ടിപ്പാത ഉണ്ടാക്കുന്നെങ്കിൽ കേന്ദ്ര സർക്കാരല്ലേ ഉണ്ടാക്കേണ്ടത്? അയ്യപ്പന് തീവണ്ടിപ്പാത വേണമെങ്കിൽ പിണറായി പൈസ കൊടുത്തോണം. ഇതല്ലേ മോദി പറയണത്? ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടി അയ്യോ ഈ ശബരിമല അയ്യപ്പൻ, ഞങ്ങൾ ഭക്തന്മാർ, നിങ്ങളൊരു ഭക്തന്മാരാണ്, നിങ്ങൾ കള്ളന്മാരാണ്. നരേന്ദ്രമോദിയാണ് ഒന്നാമത്തെ കള്ളൻ, കള്ളഭക്തൻ. ശബരിമല സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് കോയമ്പത്തൂർ വന്ന് ഇലക്ഷൻ കാലത്ത് വിളിക്കുന്ന കേട്ടല്ലോ. ആ കയറിയിട്ട് ഇപ്പൊ 6 കൊല്ലം കഴിഞ്ഞില്ലേ? ഈ 6 കൊല്ലത്തിനിടയ്ക്ക് ശബരിമല ആ തീവണ്ടിപ്പാതയ്ക്ക് എന്താ പൈസ അനുഭവിക്കാത്തത്? BJP ആ പൈസ അനുഭവിച്ചിട്ട് വർത്താനം പറ. ശബരിമലയെ കുറിച്ച് ആദ്യം ശബരിമലയ്ക്ക് പൈസ അനുഭവിച്ചിട്ട് വർത്താനം പറ. അവിടെ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇന്നിപ്പോതാ ഒരു കോടതി. ഞാനതാണ് മനസ്സിലാക്കുന്നത്. സംഘപരിവാർ ഈ ഭാഷ പറയുന്നത് മനസ്സിലാക്കാം. ഞാൻ ആ കോടതിയുടെ വിധി കണ്ടു. പക്ഷെ വിധിയിലൊരിടത്തും കോടതി പറഞ്ഞതായിട്ട് ചാനലുകൾ എഴുതി തള്ളുന്ന സാധനമൊന്നുമില്ല, സുതാര്യതയില്ല. എന്തിനാണ് അയ്യപ്പ സംഗമം ഇങ്ങനെ കോടതി ചോദിച്ചോ? അങ്ങനെ ചോദിക്കാൻ കോടതിക്ക് എന്നാ കാര്യം? ഏതെങ്കിലും ജഡ്ജിക്ക് അധികാരമുണ്ടോ? നിയമാനുസരണം ഒരു ദേവസ്വം ബോർഡും ഒരു സർക്കാർ ഇവിടെയുണ്ട്. അവർ നിയമാനുസരണം അല്ലാതെ പ്രവർത്തിയെ കോടതിക്ക് പറയാം. പ്രതിപക്ഷം വർത്താനം പറയുന്നത് കോടതി പറയുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല. കോടതി പറയാത്ത കാര്യം ഇവിടുത്തെ ചാനലുകൾ എഴുന്നള്ളിക്കുന്നുണ്ട്. നാളെ രാവിലെ കോടതി കൂടുമ്പോൾ ആ ചാനലുകളെ തിരുത്താൻ കോടതി തയ്യാറാകണം. കേരളത്തിലെ ഈ മഹത്തായ അയ്യപ്പ സംഗമത്തെ അപമാനിക്കുന്നതിന് ഹൈക്കോടതിയുടെ മുദ്ര വെച്ചുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ വ്യാജം പ്രചരിപ്പിച്ചു. ഹൈക്കോടതി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ചാനലുകൾ എഴുതി കാണിക്കുന്നു. ഞാനിപ്പോ കണ്ടു ആ വിധിക്കകത്ത് അയ്യപ്പ സംഗമത്തിന് സുതാര്യതയില്ല ഹൈക്കോടതി. ഞാൻ ഇന്നിപ്പോ കണ്ടു ചാനൽ കാണിക്കുന്നത്. പക്ഷേ ആ കോടതിയുടെ ഉത്തരവ് എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചു നോക്കി. കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കോടതി പറയാത്ത കാര്യം ചാനലുകൾ പറയുക. അതല്ല, കോടതി അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കോടതിക്ക് പറയാം. പറഞ്ഞെങ്കിൽ എഴുതി വെക്കണമായിരുന്നു. കോടതിയിൽ നിന്ന് കേസ് വിളിച്ചേ ഉള്ളൂ, ഉടനെ തന്നെ വിധിയാവുമോ? ഇവിടെ ഭരണഘടനയില്ലേ? ദേവസ്വം ബോർഡിൽ ഉത്തരം കേൾക്കണ്ടേ, മറുപടി കേൾക്കണ്ടേ, സർക്കാരിന്റെ മറുപടി കേൾക്കണ്ടേ? 1.25 കേസ് വിളിച്ച ഉടനെ വിധിയാകുകയാണോ? എന്ത് ന്യായം, എന്ത് നീതിയാണ് നമ്മുടെ